എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSCന്റെ വെബ്സൈറ്റിൽ +2 ലെവൽ മെയിൻ എക്സാമിന്റെ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ പോസ്റ്റുകളിലും സെപ്പറേറ്റ് ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് KGTE യോഗ്യതയുള്ള പോസ്റ്റുകളായ ഓഫീസ് അസിസ്റ്റന്റ്, പിന്നെ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസ് കോമൺ ആയിട്ടുള്ളത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മാർക്ക് ഡിവിഷനും കാര്യങ്ങളൊക്കെ 10th ലെവലിന്റെ അതുപോലെ തന്നെയാണ് വരുന്നത്. മാർക്ക് ഡിവിഷനൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും 10 മാർക്ക്, പിന്നെ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, പിന്നെ റീജിയണൽ ലാംഗ്വേജ് നമ്മളത് മലയാളമാണ്, മലയാളം 20 മാർക്ക്, പിന്നെ ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും 10 മാർക്കും, പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും 40 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള, അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവനായിട്ടും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസുകളുടെയൊക്കെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഫൈനൽ എക്സാമിനേഷൻ +2 ലെവലാണ്. ഇതിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കാറ്റഗറി നമ്പർ 35/2020, ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഫോർ DA ഓർത്തോ മോഡറേറ്റ് കാൻഡിഡേറ്റ്സ് ഓൺലി, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 66/2020, സ്റ്റെനോഗ്രാഫർ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 151/2020, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് കാറ്റഗറി നമ്പർ 253/2020, confidential assistant selection grade land revenue category number 290/2020, office assistant Kerala Tourism Development Corporation Limited category number 330/2020. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് ഈ ഒരു +2 ലെവൽ സിലബസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ഒരു സിലബസിലെ മാർക്ക് ഡിവിഷനാണിത്. ഇത് 10th ലെവലിൻ്റെ അതേ സെയിം മാർക്ക് ഡിവിഷൻ തന്നെയാണ് വരുന്നത്. അതായത് KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള 10th ലെവൽ സിലബസിൻ്റെ അതേ പാറ്റേൺ ആണ്, അതായത് അതേ മാർക്ക് ഡിവിഷനാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ അല്ലെങ്കിൽ തമിഴ് 20 മാർക്ക്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. പാർട്ട് 1 ജനറൽ നോളജ് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ വരുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽസ്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ് എക്സെട്ര, ഡെമോഗ്രാഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പോവേർട്ടി അലിവിയേഷൻ, എക്കണോമി ആൻഡ് പ്ലാനിംഗ് എക്സെട്ര, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരിയഡ് ഫ്രം 1857 to 1947, നാഷണൽ മൂവ്മെൻറ്റ്, 5-year പ്ലാൻസ്. പിന്നെ ഫാക്ട്സ് അബൌട്ട് കേരളയിൽ വരുന്നത് ജോഗ്രഫിക്കൽ ഫാക്ട്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽസ്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എക്സെട്ര. പിന്നെ റിനേസാൻസ് ഇൻ കേരള എന്നുള്ള സെക്ഷനിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഓർ മൂവ്മെൻറ്റ്സ് ഓർ ലീഡേഴ്സ്, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദ, തൈക്കാട് അയ്യ വൈകുണ്ഠർ, പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരു, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, വക്കം മൗലവി, ബ്ലസ്ഡ് കുര്യാക്കോസ് ഇലിയാസ് ചാവറ എക്സെട്ര. കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻറ്റ് വേൾഡ്, നാഷണൽ ആൻഡ് റീജിയണൽ ഈവൻറ്റ്സ് റിലേറ്റഡ് ടു ദ പൊളിറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്സ്, സ്പോർട്സ്, സിനിമ ആൻഡ് ലിറ്ററേച്ചർ എക്സെട്ര. പിന്നെ പാർട്ട് 2 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. വേർഡ് 2007, എക്സൽ 2007, PowerPoint 2007, 40 മാർക്കിനാണ് ടോട്ടൽ ചോദിക്കുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ലേറ്റസ്റ്റ് പെരിഫറൽസ്, ഇമെയിൽ, ബ്രൗസേഴ്സ്, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, യൂണിക്കോഡ്, വെബ്സൈറ്റ്സ്, വിൻഡോസ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു സെക്ഷൻ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. MS വേർഡ് ഇൻട്രൊഡക്ഷൻ, വേർഡ് വിൻഡോ, ടൈറ്റിൽ ബാർ, റിബൺ, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ, ഡോക്യുമെൻറ്റ്, ക്രിയേറ്റ്, ഓപ്പൺ, സേവ്, പ്രിൻറ്റ്, ക്ലോസ്. ഫോണ്ട് സൈസസ്, സ്റ്റൈല്,
Effects. Formatting paragraph, bold, italics, underline, justify, bullets and numbering, drop cap, change case, alignment, tab setting, line spacing, character spacing, styles and editing, cut, copy, paste, shortcut keys and functions, function keys, insert tables, pictures, clip arts, shapes, page number, headers and footers, symbols, links, word art, page layout, page size, margin, line spacing, orientation, indentation, creation of table of contents, index, footnotes and endnotes, mail merge, proofreading, add or remove comments, views, different page views, guides, rulers. In introduction of Excel, adding and removing workbook, rows and columns, formatting Excel, different functions in Excel, charts, pivot table, sort, filter, conditional formatting, creating formulas, inserting date and time, data validation, shortcut keys. PowerPoint, inserting and deleting a slide, views, inserting chart diagram, smart art, sound, video, slide number, links, date and time, page setup, slide orientation, slideshow, slide layout, arrange objects on the slide. പിന്നെ പാർട്ട് 3 വരുന്നത് ടൈപ്പ് റൈറ്റിംഗ് ആണ്. 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ വരുന്നത് ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ, റോക്കർ മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, മൂവ്മെൻറ്റ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ഒഫീഷ്യൽ അബ്രീവിയേഷൻ, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, സിമ്പിൾസ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതും സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീരീസും കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. പിന്നെ പാർട്ട് 4 20 മാർക്ക് ജനറൽ ഇംഗ്ലീഷാണ്. മൊഡ്യൂൾ 1 കോംപ്രിഹെൻഷൻ പാസേജ്. എ കോംപ്രിഹെൻഷൻ പാസേജ് ഈസ് യൂസ്ഫുൾ ടു ടെസ്റ്റ് ദ ആക്യുറസി ആൻഡ് ക്ലാരിറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റ്. Synonyms and antonyms can be asked from the passage. It can test the past tense, past participle of the verb of given word from the passage. Different aspects of grammatical usages can be tested to give one word answers. Editing. Module 2 editing ആണ്. This module aims at sentence correction and correction of a given passage. Editing, capitalization, punctuation, etc. Exclamation mark, column. പിന്നെ സെൻറ്റൻസ് കറക്ഷൻ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. എക്സാമ്പിൾ പോലീസ് ആർ ലുക്കിംഗ് ഫോർ ദ തീഫ്. പിന്നെ മൊഡ്യൂൾ 3 ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ് ആണ്. മൊഡ്യൂൾ 4 ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. മൊഡ്യൂൾ 5 വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ. മൊഡ്യൂൾ 6 ബേസിക് ഗ്രാമർ, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസസ്, ക്ലോസസ്, ഫ്രേസൽ വെർബ്സ്. മൊഡ്യൂൾ 7 വോയിസ് ആണ്. മൊഡ്യൂൾ 8 റിപ്പോർട്ടഡ് സ്പീച്ച്. മൊഡ്യൂൾ 9 സ്പെൽ ചെക്ക്. പിന്നെ വരുന്ന 5ാമത്തെ സെക്ഷനാണ് റീജിയണൽ ലാംഗ്വേജ്. അത് 20 മാർക്കിനാണ്. നമുക്കിപ്പം മലയാളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ വരുന്നത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. അപ്പോൾ ഇത്രയാണ് വരുന്നത് സിലബസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കും ഇതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.